എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള പി എസ് സി നടത്തുന്ന LDC, LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും നല്ല രീതിയിൽ നടത്തുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായം എന്ന നിലയിൽ പരിചയപ്പെടുത്തുന്നതാണ് ഈ ഓരോ ക്ലാസ്സുകളും. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ സിലബസിൽ പറഞ്ഞു പോകുന്ന ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ SCRTയിൽ പറയുന്ന ചാപ്റ്ററുകളാണ് SCRT എന്ന് പറയുന്ന ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെ ആയിട്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകളിലൊക്കെ പറയുന്ന പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള 2 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് SCRT ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ അധ്യായമാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു അധ്യായമാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന അധ്യായം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ SCRT ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ പഠിക്കുന്നത്. അല്ലാതെ കൂടുതൽ ഡെപ്തിലേക്ക് ഈ പറയുന്ന മൗലികാവകാശങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കുക അങ്ങനെയല്ല, മറിച്ച് SCRTയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വരാൻ പോകുന്ന പരീക്ഷകളിലും ഒപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ചാപ്റ്ററുകളിൽ നിന്നാണ് പരീക്ഷകളിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ചാപ്റ്ററുകൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഒരു അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പരിചയപ്പെടുത്തുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനു മുമ്പത്തെ SCRT ചാപ്റ്റർ പരിചയപ്പെടുത്തിയപ്പോൾ അവിടെ ആമുഖത്തെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ആമുഖത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആമുഖത്തിലാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ലക്ഷ്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഭരണഘടന എടുക്കുകയാണെങ്കിൽ ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്, ഭാഗം 4ലാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത്, അതേപോലെ തന്നെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം മൗലിക അവകാശം എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മൾ കടപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ ഭരണഘടനയോടാണെന്നും നിർദ്ദേശക തത്വങ്ങൾ എന്ന ഈ ഒരു ആശയം നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയോടാണെന്നും അല്ലെങ്കിൽ നമ്മൾ കടം കൊണ്ടിരിക്കുന്ന അയർലൻഡിൽ നിന്നാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേ സമയത്ത് മൗലിക കടമകൾ എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ 3ാമതായിട്ട് നമ്മളിവിടെ പരിചയപ്പെട്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറയാം മൗലിക കടമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ പരീക്ഷകൾ നിത്യേന വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, മൗലിക അവകാശങ്ങൾ എന്ന ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ ഇന്ത്യ ഉറപ്പു നൽകുന്നുണ്ട്. ഇവയിൽ ഏറ്റവും അനിവാര്യമായ മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ നമ്മുടെ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പാർട്ട് 3ൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണല്ലോ അവകാശങ്ങൾ. എല്ലാ രാജ്യത്തുള്ള ഭരണഘടനയെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിലും അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3ലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം, എത്രയോ തവണ ചോദിച്ചതാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഭാഗം 3ലാണ്. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ മൊത്തം 25 ഭാഗങ്ങളുണ്ട്. അതിൽ 3ാമത്തെ ഭാഗത്താണ് നമ്മുടെ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെ ആർട്ടിക്കിൾ മുതൽ എവിടം വരെയാണ്?
അതായത് 12ാമത്തെ ആർട്ടിക്കിൾ മുതൽ 35ാമത്തെ ആർട്ടിക്കിൾ വരെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞു പോകുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഓരോ പൗരനും ലഭ്യമാക്കേണ്ട മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഭരണഘടനയിൽ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. നമ്മൾ പൊതുവെ ഈ പറയുന്ന മൗലിക അവകാശങ്ങളൊക്കെ ചിലപ്പോൾ പഠിക്കുക 14ാമത്തെ ആർട്ടിക്കിൾ മുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ നിർബന്ധമായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും 14 മുതൽ 32 വരെ. കാരണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഈ പറയുന്ന 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിളുകളായിരിക്കും. അപ്പൊ നമ്മൾ തെറ്റിദ്ധാരണയാൽ അത് നമ്മൾ ചിന്തിച്ചു വെക്കും ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് 14ാമത്തെ ആർട്ടിക്കിൾ മുതൽ 32 വരെയാണ് നമ്മൾ എന്താണ് തെറ്റായിട്ട് ചിലപ്പോൾ ചിന്തിച്ചു വെച്ചേക്കാം. പക്ഷെ കൃത്യമായി ഓർത്തു വെക്കുക 12ാമത്തെ ആർട്ടിക്കിൾ മുതൽ 35ാമത്തെ ആർട്ടിക്കിൾ വരെ, അല്ലെങ്കിൽ 12ാമത്തെ അനുച്ഛേദം മുതൽ 35ാമത്തെ അനുച്ഛേദം വരെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. ഈ പറഞ്ഞ ആർട്ടിക്കിളുകൾ ഉൾപ്പെടുന്നത് ഭരണഘടനയിലെ ഏത് ഭാഗത്താണ്? ഭരണഘടനയിലെ 3ാമത്തെ ഭാഗത്താണ്. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാലോ, അവ വ്യക്തിയുടെ സമ്പൂർണ്ണ വികസനത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് അവ അത്യന്താപേക്ഷികമാണ്. അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങൾക്കും അവയുടെ സംരക്ഷണത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് കൂടി ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാർക്ക് പല അവകാശങ്ങളും എന്താണ് നിഷേധിച്ചിരുന്നതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അപ്പൊ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് വർഷം PSC എത്രയോ തവണ ചോദിക്കുന്നതാണ്. 1928 ആ വർഷം എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പറയുന്ന 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക എന്താണ് സമർപ്പിക്കുകയുണ്ടായി. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളുടെ മൗലിക അവകാശങ്ങൾ എന്ന ടോപ്പിക്കിൽ ഈ പറയുന്ന നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928 സമർപ്പിച്ച നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു സെന്റൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിക്കുകയുണ്ടായി ഈ പറയുന്ന നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിലൂടെ. സ്വതന്ത്ര സമര ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയത്. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയാണ് മൗലിക അവകാശങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന തന്നെ തയ്യാറാക്കുന്ന ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അങ്ങനെ ആ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയിൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കണമെന്നും അതിനുവേണ്ടി അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ ചർച്ചയിലൂടെയൊക്കെ അവരുടെ മനസ്സിലേക്ക് വന്നത് എന്തെല്ലാമാണ്? നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം വെച്ച പല കാര്യങ്ങളും, ഒപ്പം ഈ പറയുന്ന നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ച പല അവകാശങ്ങളൊക്കെ അതൊക്കെ ചർച്ചയിൽ എന്താണ് ഭാഗമാവുകയും അതേ തുടർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഭരണഘടനയിലെ ഭാഗം 3 എന്ത് വരുന്നത്? മൗലിക അവകാശം എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ഭരണഘടനയിൽ വരുന്നത് എന്ന കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും നമ്മുടെ മൗലിക അവകാശങ്ങൾ രൂപപ്പെടുന്നതിൽ എന്താണ് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഒരു SCRT ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനെ അറിയുന്ന ഒറ്റൊരു പോയിന്റ് ഇത്രയേ ഉണ്ടാവുള്ളൂ: ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശത്തിൽ കടപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയോടാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1946 ഡിസംബർ 6 രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചകളിൽ മൗലിക അവകാശം എന്ന് പറയുന്ന ഭാഗം ഉൾപ്പെടുത്തണം ഭരണഘടനയിൽ എന്ന് തീരുമാനിക്കുമ്പോഴും അതിൽ ഓരോ ആർട്ടിക്കിളിലും എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുമ്പോഴും അമേരിക്കൻ ഭരണഘടനയെ മാത്രമല്ല ആശ്രയിച്ചത്, മറിച്ച് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിനെ ആശ്രയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് രാജ്യത്തിന് എന്താണ്? സ്വാതന്ത്ര്യം ലഭിക്കുക എന്നതാണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വെച്ച ലക്ഷ്യങ്ങളും എന്താണ്? ഈ പറയുന്ന ഭരണഘടനയിൽ ഈ പറയുന്ന മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം എഴുതിപ്പെടുമ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതാണ് SCRT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വായിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം. അപ്പൊ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് വായിക്കുന്നതിന് മുമ്പ് വരെ ഒരുപക്ഷെ ഈ ക്ലാസ് കാണുന്ന കുറെ ആൾക്കാരുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടന. ആ ഒരു പോയിന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ
എക്സ്ട്രാ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റുകളൊക്കെ ഈ ടെസ്റ്റ് വായിച്ചപ്പോഴാണല്ലോ നമുക്ക് കിട്ടിയത്. അത് തന്നെയാണ് SCRT ടെസ്റ്റ് ബുക്ക് വായിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് PSC പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ തുടക്കത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? 1950 ജനുവരി മാസം 26-ാം തീയതി നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 7 മൗലികാവകാശങ്ങളാണ്. എന്നാൽ 1978 വർഷത്തിൽ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയുകയും, അതായത് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയല്ല, നമ്മുടെ മൗലികാവകാശങ്ങളുടെ ആ ഒരു ഭാഗത്ത് നിന്ന് എടുത്തു കളയുകയും ചെയ്തു. അതോടെ അന്നേ വരെ 7 എന്ന ആ ഒരു മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയായിട്ട് മാറി? 6 ആയിട്ട് മാറി എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് മൗലികാവകാശങ്ങളിൽ നിന്ന് എന്തിനെ മാറ്റി? സ്വത്തവകാശത്തെ മാറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് 6 മൗലികാവകാശം. അപ്പൊ നിലവിൽ എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്? 6 മൗലികാവകാശങ്ങളാണ്. എന്നാൽ ഭരണഘടനയുടെ തുടക്കത്തിൽ എത്രയുണ്ടായിരുന്നു ചോദിച്ചാൽ എത്രയാണ്? 7 കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ പറഞ്ഞ 6 മൗലികാവകാശങ്ങളാണ് SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നത്. ഇന്ത്യൻ ഭരണ ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളാണ്. അതിൽ ആദ്യത്തേത് എന്താണ്? സമത്വത്തിനുള്ള അവകാശമാണ്. രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. മൂന്നാമത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. നാലാമത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അഞ്ചാമത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. ആറാമത് നമ്മളിവിടെ പരിചയപ്പെടുന്നു ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ്. ഞാൻ ഈ ഒരു നമ്പർ ഈ ഒരു ചിത്രത്തിൽ ഇട്ടപ്പോൾ 1, 2, 3, 4, 5 ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനല്ലേ ഇട്ടത്? അത് ആരംഭിച്ച എവിടെ നിന്നാണ്? സമത്വത്തിലുള്ള അവകാശത്തിൽ നിന്നല്ലേ നമ്മൾ ആരംഭിച്ചത്? അത് ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. കാരണം നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14 മുതൽ അങ്ങോട്ട് 32 വരെ പറയുന്ന ആ ഒരു ഓർഡറാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ നമ്പർ ഇട്ട് പറഞ്ഞത്. അപ്പൊ ആദ്യം പറയേണ്ടത് സമത്വത്തിനുള്ള അവകാശമാണ്. അതിനുശേഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. അതിനുശേഷമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷമാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ഈ പറയുന്ന 6 മൗലികാവകാശങ്ങൾ. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 മൗലികാവകാശങ്ങൾ ഏതെല്ലാമാണ്? മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ഭരണഘടനയിൽ മൗലികാവകാശമാണോ എന്ന് ചോദിച്ചാൽ അത് മൗലികാവകാശമാണ്. സമത്വത്തിനുള്ള അവകാശം ഭരണഘടനയിൽ മൗലികാവകാശമാണോ എന്ന് ചോദിച്ചാൽ അതെന്താണ്? മൗലിക അവകാശമാണ്. എന്നാൽ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും അതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അത് നിർദ്ദേശക തത്വത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കേരള PSC പരീക്ഷയിൽ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. സമത്വത്തിലുള്ള അവകാശത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നു മൗലികാവകാശത്തിൽ. അതോടൊപ്പം തന്നെ ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ച് നമ്മുടെ മൗലികാവകാശത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തെക്കുറിച്ചും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ചും ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശത്തെക്കുറിച്ചും കൃത്യമായിട്ട് എവിടെ പ്രതിപാദിക്കുന്നുണ്ട്? നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഇതിനെക്കുറിച്ച്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 6 മൗലികാവകാശങ്ങൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് SCRT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കുറച്ച് വിവരണങ്ങൾ നൽകുന്നുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ മൗലിക അവകാശം എന്ന് പറയുന്ന ഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മൗലിക അവകാശങ്ങൾ ആരംഭിക്കുന്നത് 12 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ നിന്നാണ്. അവസാനിക്കുന്നത് 35 എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. 12 മുതൽ 35 വരെയാണ് എന്ത്? നമ്മുടെ മൗലിക അവകാശം ഉൾപ്പെടുന്നത് ഭരണഘടനയിൽ. അല്ലെങ്കിൽ ഭാഗം 3 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണെന്ന കാര്യം ഓർക്കുക. അതിൽ നമ്മൾ പരിചയപ്പെടുന്ന സമത്വത്തിലുള്ള അവകാശം, ഒന്നാമത്തെ മൗലിക അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്: ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം, സ്ത്രീ പുരുഷ അസമത്വം, ജനന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ, നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്നും ചിലപ്പോൾ നിലനിൽക്കുന്നുണ്ടാവും. നമ്മുടെ വിവിധ സ്ഥലങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് അസമത്വങ്ങളാണ് എന്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം, സ്ത്രീ പുരുഷ അസമത്വം, ജനന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. ഇതൊക്കെ എന്താണ്? ഇതുപോലുള്ള നിരവധി അസമത്വങ്ങളും വിവേചനങ്ങളും നിലനിൽക്കുന്ന സമൂഹമാണ് നമ്മുടേത്. ഇങ്ങനെയുള്ള സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിക്കാനും സമത്വം ഉറപ്പുവരുത്താനും വേണ്ടിയാണ് നമ്മുടെ മൗലിക
മൗലിക അവകാശത്തിൽ ഒന്നാമത്തെ മൗലിക അവകാശമായി സമത്വത്തിനുള്ള അവകാശം നിലകൊള്ളുന്നത്. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളാണ് ഇനി പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ് സമത്വത്തിനുള്ള അവകാശം നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ലക്ഷ്യം? അതിന് കുറച്ച് എക്സാമ്പിൾ ആദ്യം നൽകി. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു സ്ത്രീ പുരുഷ അസമത്വം, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ജനനസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. അപ്പൊ അന്ന് ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമൂഹത്ത് നമ്മുടെ സമൂഹത്തിലൊക്കെ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ അവരുടെ കണ്ണുകളിൽ പെടുകയും അങ്ങനെ ഈ ഒരു ഭാഗം കൃത്യമായിട്ട്, അതും മൗലികാവകാശം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ഒരു പൗരന് കൃത്യമായിട്ട് ലഭിക്കേണ്ട ആ ഒരു ഭാഗത്ത് തന്നെ ഉൾപ്പെടുത്തണമെന്ന് അന്ന് ഭരണഘടന തയ്യാറാക്കിയ മഹത് വ്യക്തിത്വങ്ങൾ ഇത് മനസ്സിലാക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ ഇത് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു. സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിക്കാനും സമത്വം ഉറപ്പുവരുത്താനും വേണ്ടിയാണ് സമത്വത്തിനുള്ള അവകാശം നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ ഒന്നാമത്തെ മൗലിക അവകാശമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതിൽ ഉൾപ്പെടുന്നു നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ. ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 14 കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്നത് മൗലിക അവകാശത്തിൽ ഏത് ആർട്ടിക്കിളാണെന്ന് എത്രയോ തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 14 കാര്യം ഓർക്കുക. എന്താണ് ആർട്ടിക്കിൾ 14 പറയുന്നത്? നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നാണ് ആർട്ടിക്കിൾ 14 കൃത്യമായിട്ട് പറയുന്നത്. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 14 കൃത്യമായിട്ട് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണനയൊന്നും ലഭിക്കത്തില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരെയും ഒരേപോലെ സംരക്ഷിക്കും എന്നും കൂടെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 14 കൃത്യമായി പറയുന്നത് നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. അതായത് ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണനയൊന്നും ലഭിക്കത്തില്ല. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു നിയമം എല്ലാ പൗരന്മാരെയും ഒരേപോലെ സംരക്ഷിക്കും, അതിനൊരു വേർതിരിവും കാണിക്കില്ല എന്ന് കൃത്യമായിട്ട് എവിടെ എഴുതി വെച്ചിരിക്കുന്നു? നമ്മുടെ മൗലികാവകാശത്തിലെ സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്ന ഒന്നാമത്തെ മൗലികാവകാശത്തിലെ ആർട്ടിക്കിൾ 14 എഴുതി വെച്ചിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ആർട്ടിക്കിൾ 15 പറയുന്നത് ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ എന്ന് പറയുന്നത് എവിടെയാണ്? ഈ പറയുന്ന ആർട്ടിക്കിൾ 15 കാര്യം ഓർത്തിരിക്കുക. ജാതിയുടെ പേരിൽ, അതേപോലെ തന്നെ മതത്തിന്റെ പേരിൽ, അതേപോലെ തന്നെ വർഗത്തിന്റെ പേരിൽ, അതേപോലെ തന്നെ ലിംഗത്തിന്റെ പേരിൽ, അതേപോലെ തന്നെ ജനനസ്ഥലത്തിന്റെ പേരിൽ ഉള്ള ഈ പറയുന്ന വിവേചനം ഈ പറയുന്ന ആർട്ടിക്കിൾ 15 പ്രകാരം നിരോധിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെയും ജാതിയുടെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? വേർതിരിച്ച് കാണാൻ പാടില്ല. അവന്റെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണാൻ പാടില്ല. വർഗത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണാൻ പാടില്ല. ലിംഗത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണാൻ പാടില്ല. ജനന സ്ഥലത്തിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? വേർതിരിച്ച് കാണാൻ പാടില്ല. അത് കൃത്യമായി അവിടെ പറയുന്നു. മൗലികാവകാശത്തിൽ പറയുന്നു. ഏത് മൗലികാവകാശത്തിൽ പറയുന്നു? സമത്വത്തിലുള്ള അവകാശത്തിൽ പറയുന്നു. അതിൽ ഏത് ആർട്ടിക്കിളിൽ പറയുന്നു? ആർട്ടിക്കിൾ 15 പറയുന്നു. ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇനി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ, അതാണ് ആർട്ടിക്കിൾ 16. അപ്പൊ ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നു, ഈ പറയുന്ന സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ നിയമിക്കുന്നുണ്ട്. നമ്മൾ ഈ PSC പരീക്ഷ എഴുതിയല്ലേ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ അവിടെ പൊതു നിയമനങ്ങൾ അവസര സമത്വം ഉറപ്പാക്കുകയാണ് ആർട്ടിക്കിൾ 16 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആർട്ടിക്കിൾ 16 സമത്വത്തിലുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 16 എന്താണ് പറയുന്നത്? പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെ കുറിച്ചാണ് എവിടെ പറയുന്നത്? ഈ പറയുന്ന ആർട്ടിക്കിൾ 16 പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അതാണ് ആർട്ടിക്കിൾ 17. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഈ പറയുന്ന തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അല്ലെങ്കിൽ അയിത്തവുമായി ബന്ധപ്പെട്ട അയിത്തം നിരോധിക്കൽ, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 പാസ്സാക്കുമ്പോൾ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പാസ്സാക്കിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതാണ് എന്ന് എത്രയോ തവണ PSC പരീക്ഷ റിപ്പീറ്റ് ആയി ചോദിക്കുന്ന അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന കാര്യം ഓർത്തിരിക്കുക.
ഇനി എന്താണ് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 എന്താണ്? നമ്മുടെ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അല്ലെങ്കിൽ തലക്കെട്ടുകളുടെ നിരോധനം, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18 എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ ഈ പറയുന്ന സൈനികമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരവുമായ ഈ പറയുന്ന തലക്കെട്ടുകളൊക്കെ എന്താണ് അതിൽ ഉൾപ്പെടുന്നില്ല. അല്ലാത്ത തലക്കെട്ടുകളൊക്കെ എന്താണ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക സ്ഥാനപ്പേരുകൾ അല്ലെങ്കിൽ തലക്കെട്ടുകൾ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തെ അവകാശം പരിചയപ്പെട്ടു. ഒന്നാമത്തെ അവകാശം എന്ന് പറയുന്നത് എന്താണ്? സമത്വത്തിലുള്ള അവകാശമാണ്. സമത്വത്തിലുള്ള അവകാശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ ആർട്ടിക്കിൾ 14. കൃത്യമായിട്ട് ആർട്ടിക്കിൾ 14 പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? നിയമത്തിന് മുന്നിൽ സമത്വം, അതോടൊപ്പം തന്നെ നിയമം മുഖേന തുല്യ സംരക്ഷണം. അതായത് ഒരു പൗരന് നിയമത്തിന് മുന്നിൽ എന്താണ് പ്രത്യേക പരിഗണനയൊന്നും ലഭിക്കത്തില്ല. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു നിയമം വരികയാണെങ്കിൽ അത് എല്ലാ പൗരനും എന്താണ് തുല്യമായിട്ട് അത് ലഭിക്കുകയും അതിന്റെ പരിരക്ഷ ലഭിക്കുകയും ചെയ്യുമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ആർട്ടിക്കിൾ 15 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കലാണ് ആർട്ടിക്കിൾ 15. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കലാണ് ആർട്ടിക്കിൾ 16. തൊട്ടുകൂടായ്മ നിർത്തലാക്കലാണ് ആർട്ടിക്കിൾ 17. ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിച്ചു, മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് പാസ്സാക്കപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 17 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അല്ലെങ്കിൽ തലക്കെട്ടുകൾ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 18 ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇവിടെ ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 ബന്ധപ്പെട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും എന്താണ് സമന്മാരാണ് എന്നാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഔദ്യോഗിക പദവിയോ അധികാരങ്ങളോ എന്തു തന്നെ ആയാലും എന്താണ് അയാൾ നിയമവ്യവസ്ഥയ്ക്ക് അതീതനല്ല എന്നും കൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 18 എന്ന് പറയുമ്പോൾ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അല്ലെങ്കിൽ തലക്കെട്ടുകൾ നിർത്തലാക്കൽ എന്നുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരുകളും പദവികളും നൽകിയിരുന്നു. സാമ്രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്താണ് എതിർത്തിരുന്നു. ഇത്തരം സ്ഥാനപ്പേരുകൾ അസമത്വത്തിനും കാരണമാകുന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന എന്താണ് ഇത്തരത്തിലുള്ള സ്ഥാനപ്പേരുകളൊക്കെ നിർത്തലാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് കൃത്യമായിട്ട് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട്, നമ്മളിവിടെ പറഞ്ഞല്ലോ നിയമത്തിന് മുന്നിൽ സമത്വം, അതേപോലെ തന്നെ നമ്മൾ ആർട്ടിക്കിൾ 15 നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഈ ജന്മസ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ ഈ പറയുന്ന ലിംഗത്തിന്റെ പേരിലോ ഒക്കെ ഈ പറയുന്ന വിവേചനം പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 16 നമ്മൾ പറഞ്ഞല്ലോ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗങ്ങളിലൊക്കെ നമ്മളിപ്പോ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ തുല്യത വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് സ്ത്രീകൾ, കുട്ടികൾ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിലുള്ള അവകാശത്തിനെതിരല്ല. നേരെ മറിച്ച് പ്രത്യേക പരിഗണന നൽകുന്നത് വഴി അസമത്വം ഒഴിവാക്കാനും സമത്വം സ്ഥാപിക്കാനും കഴിയുമെന്നാണ് പറയുന്നത്. അതായത് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾ 15(6) എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന മുന്നാക്കക്കാർക്ക് 10% സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനെ പരാമർശിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15(6) എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കും അയ്യോ അവന് എന്താണ് ഒരു 10% കൊടുത്തിരിക്കുന്നു, എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾക്ക്, ഇപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകളായിരിക്കാം, അവരെയൊക്കെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് മറ്റുള്ളവരോടൊപ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതൊന്നും എന്തിനെ ബാധിക്കുന്നില്ല, സമത്വത്തെ ബാധിക്കുന്നില്ല. അത് കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാരെ എന്താണ് സമൂഹത്തിന്റെ മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ചില പരിഗണനകളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന ഭരണഘടനയിൽ കൊടുക്കുന്നുണ്ട്. അതൊരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല, മറിച്ച് അവർ ഈ മുൻധാരയിലേക്ക് എത്തുമ്പോൾ എന്താണ് എല്ലാവർക്കൊപ്പം അവർക്കും എന്താണ് സമത്വം സ്ഥാപിച്ചെടുക്കാൻ പറ്റും. അതെന്താണ് നമ്മുടെ സമൂഹത്തിൽ ഒരു സമത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഒരു ഭാഗമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഓരോ ആർട്ടിക്കിളിലും പറഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഇവിടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചെറിയ പാരഗ്രാഫിലൂടെ നമ്മളെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് സ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ്. അപ്പൊ നമ്മുടെ മൗലികാവകാശങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ രണ്ടാമത്തെ അവകാശമാണ് സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്താണ് സമത്വത്തിനുള്ള അവകാശമാണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കണേ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, ഇനി നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ മൗലികാവകാശമായ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നെന്ന കാര്യം ഓർത്തിരിക്കുക.
ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന്റെയും പ്രസംഗം കേൾക്കുന്നതിനായിട്ട് ജനങ്ങൾ സമാധാനപരമായി സമ്മേളിക്കുന്നതിന്റെയും ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇവ രണ്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്തെല്ലാമാണ് അവ എന്നാണ് നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഒന്നെന്താണ്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. ഇത് ഉൾപ്പെടുന്നത്, അതായത് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ കൂടി, ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. അതിൽ ഒന്നാമത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 എന്താണ് പറയുന്നത്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതില് ആർട്ടിക്കിൾ 19 ഐയിൽ എ എന്ന് പറയുന്നത് ഈ പറയുന്ന സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്. ആർട്ടിക്കിൾ 19 ഐയിൽ എ എന്ന് പറയുന്നത് എന്താണ്? സംസാരത്തിനും ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പൊ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 19 ആ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് എന്താണ്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ്? ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് എന്താണ്? സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. നാലാമത്തത് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അഞ്ചാമത്തത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇനി ആറാമത്തത് എന്ന് പറയുന്നത് എന്താണ്? ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ 19 ഐയിൽ എ ആണ്, 19 ഐയിൽ ബി ആണ്, 19 ഐയിൽ സി ആണ്, 19 ഐയിൽ ഡി ആണ്, 19 ഐയിൽ ഇ ആണ്. ഈ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന 19 ഐയിൽ ജി ആണ്. തുടക്കത്തിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭാഗത്ത് 19 ഐയിൽ എഫ് എന്ന് പറയുന്ന ഭാഗവും ഉണ്ടായിരുന്നു. എന്നാൽ അത് എന്തുമായി ബന്ധമായിരുന്നു? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ പറയുന്ന സ്വത്തവകാശം എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന പട്ടികയിൽ നിന്ന് എടുത്തുമാറ്റി 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആ ഒരു സമയത്ത് ഈ പറയുന്ന 19 ഐയിൽ എഫ് എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിരുന്ന സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട മൗലിക സ്വാതന്ത്ര്യം എന്താണ്? എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിവിടെ 19 ഐ ഇ എന്നതിന് ശേഷം എന്ത് പറഞ്ഞത്? 19 ഐ ജി എന്ന് പറഞ്ഞത്. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യണം. 19 ഐ എഫ് നിലവിലില്ല. അത് എന്താണ്? ഈ പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്ന ഒരു പട്ടികയിൽ നിലവിലില്ല. നിലവിൽ എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് 19 ആർട്ടിക്കിൾ പറയുന്നത്? 6 എണ്ണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 19 എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു? 6 എണ്ണത്തെ കുറിച്ച്. അതാണ് നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മളിവിടെ പറഞ്ഞത്. അത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കഥ പോലെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു വേദിയിലേക്ക് വരികയാണ്, ആ വേദിയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് നിൽക്കുകയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പൊ നമുക്ക് ചുറ്റും കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഇവിടെ കണ്ടല്ലോ BR അംബേദ്കർ. അദ്ദേഹം എന്താണ്? ഈ പറയുന്ന ചുറ്റും കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവരെല്ലാം എന്താണ്? ആയുധങ്ങളൊന്നും കൂടാതെ സമാധാനപരമായിട്ടാണ് അവിടെ ആ ഒരു സമ്മേളന വേദിയിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമ്മേളനം നടക്കുന്നത് ആയുധങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായിട്ടാണ്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ആദ്യം നമ്മൾ സംസാരത്തിനും ആശയപ്രകടനത്തിനുമായിട്ട് വരികയാണ്. അത് എങ്ങനെയാണ്? ആയുധങ്ങളൊന്നും കൂടാതെ സമാധാനപരമായിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? സമ്മേളിക്കുന്നത്. അങ്ങനെ നമ്മൾ അവസാനം തീരുമാനിക്കുന്നു ഒരു സംഘടന രൂപീകരിക്കാമെന്ന്. അങ്ങനെ നമ്മൾ എന്താണ്? ഒരു സംഘടന രൂപീകരിച്ചു. നമ്മുടെ ആശയങ്ങളൊക്കെ കൈമാറി നമ്മൾ ഒരു സംഘടന രൂപീകരിച്ചു. അങ്ങനെ ആ സംഘടനയുടെ പ്രചരണാർത്ഥം ഞാൻ ഇന്ത്യ മൊത്തം സഞ്ചരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ്? ഇന്ത്യ മൊത്തം സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ആ സംഘടനയ്ക്ക് പറ്റിയ ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ അവിടെ താമസിക്കുകയാണ്. എന്നാൽ ഇനി സംഘടനയ്ക്ക് എന്താണ്? ചെലവിന് ആവശ്യമായിട്ടുള്ള പണമൊക്കെ വേണ്ടേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഓരോരുത്തരും തൊഴിലിന് ഏർപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കഥാരൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ഏതെല്ലാമാണ്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം 19 ഐയിൽ എ ആണെന്ന കാര്യം ഓർക്കുക. ഇനി അടുത്ത ബി ആണ്, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി സിയിലേക്ക് വരുമ്പോൾ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ ഡിയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി അടുത്തത് ഇ ആണ്, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം.
ഇനി എഫ് ഇല്ല, ഇനി ജി ആണ്. ഏത് തൊഴിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുത്തുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് 19(i)ൽ ജി പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 19(i)ൽ ജി പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ പോയിന്റുകൾ ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയോ തവണ PSC പരീക്ഷയിൽ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ആർട്ടിക്കിൾ 19ലെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അപ്പൊ ഇവിടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെടുത്തുന്ന ഏത്, ഇനി കുറച്ചും കൂടി ഡെപ്തിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു എന്ന് വരെ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ 19(i)ൽ ജി ആണെന്ന കാര്യം ഓർക്കുക. 19(i)ൽ ജി ആണെന്ന കാര്യം ഓർക്കുക, എഫ് അല്ല ജി ആണ്. ബാക്കി നമ്മൾ ആ കറക്റ്റ് ഓർഡറിൽ പറഞ്ഞത് 19(a), B, C, D, E, അത് കഴിഞ്ഞാൽ എഫ് ഇല്ല, അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ജി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് ജി ആണെന്ന കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഇനി പറയുന്നു ആർട്ടിക്കിൾ 21 കുറിച്ചാണ്. ഇതിനിടയിൽ ആർട്ടിക്കിൾ 20 ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്ന മൗലിക അവകാശത്തിൽ എന്താണ് ആർട്ടിക്കിൾ 20 ഉൾപ്പെടുന്നുണ്ട്. അവിടെ പറയുന്നത്, നമ്മൾ ഈ ചാപ്റ്ററിൽ അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല, കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20ൽ പറയുന്നത്. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് എന്താണ് ആർട്ടിക്കിൾ 20ൽ പറയുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നിലവിൽ ഉള്ള നിയമത്തെ ലംഘിക്കുന്ന ആളാണ് കുറ്റവാളി എന്ന് അവിടെ പറയുന്നു. അതായത് മുൻകാല പ്രാബല്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു കുറ്റം ചെയ്തു എന്ന് വിചാരിക്കാം, പക്ഷെ നാളെ ഒരു നിയമം വന്നു, അപ്പൊ ആ കുറ്റം ആ നിയമത്തിനുള്ളിൽ പെട്ടെങ്കിലും ഞാൻ അതിന് മുമ്പ് ചെയ്തു എന്നതിന്റെ പേരിൽ ആ നിയമം എന്ത് ചെയ്യാൻ പാടില്ല, പ്രാബല്യത്തിൽ വരാൻ പാടില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നിലവിലുള്ള നിയമത്തെ എന്താണ് ലംഘിക്കുന്നതാണ് എന്ത്, കുറ്റവാളി എന്ന് അവിടെ കൃത്യമായി പറയുന്നത്. ആർട്ടിക്കിൾ 20ന്റെ കാര്യമാണ്. അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ SCERT അങ്ങനെ എടുത്തു പറയുന്നില്ല. അപ്പൊ ആർട്ടിക്കിൾ 20 എന്താണ്, കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്, ആർട്ടിക്കിൾ 20 ആണ്. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20. അതിൽ തന്നെ പറയുന്നതാണ് ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കുവാനോ പാടില്ല എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 20ലാണ്. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 20ലാണ്. അപ്പൊ ഈ ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് എന്താണ്, കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. പക്ഷെ അത് ഈ ചാപ്റ്ററിൽ പറയാത്തതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താത്തത്. പക്ഷെ അതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മളിത് പഠിക്കുമ്പോൾ അതും കൂടെ പഠിച്ചു പോയാൽ നല്ലതായിരിക്കും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന ആർട്ടിക്കിൾ 21 വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയോ തവണ PSC പരീക്ഷയിൽ ചോദിച്ചതാണ്. ജീവനും സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ ഈ പറയുന്ന ഏത് ആർട്ടിക്കിളിലാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21. അപ്പൊ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്ന മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ആർട്ടിക്കിൾ 21 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു 14 എന്ന് പറയുന്ന ആർട്ടിക്കിൾ, നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ടു 19 എന്ന് പറയുന്ന ആർട്ടിക്കിൾ, ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു 21 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഒരിക്കലും മറക്കാതെ പഠിച്ചു വെച്ചോ. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 അനുച്ഛേദങ്ങളാണ് 14, 19, 21. ചോദ്യമാണ്, മറക്കരുത്. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 14, 19, 21 കാര്യം ഓർക്കുക. എന്താണ് 14, 19, 21 കാര്യം ഓർത്തിരിക്കുക. 14, 19, 21 എന്ന കാര്യം ഓർത്തിരിക്കണം. 14, 19, 21. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. ഇതാണ് എന്ത്, ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ. ഇനി നോക്കുക, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ഇതിനെയാണ് നമ്മൾ പറയുന്നത് മൗലികാവകാശങ്ങളുടെ അടിത്തറ. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ചോദിച്ചാലും ആർട്ടിക്കിൾ 21 മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഏതാണ്, നമ്മുടെ ആർട്ടിക്കിൾ 21 കാര്യം ഓർക്കുക. ഇനി നമ്മുടെ 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥ വന്നാൽ പോലും ഈ പറയുന്ന ആർട്ടിക്കിൾ 20ഉം 21 എന്ത് ചെയ്യാൻ പാടില്ല, നിരോധിക്കാൻ പാടില്ല.
എന്ന്, അല്ലെങ്കിൽ റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ ഞാനിവിടെ പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ പറയാത്ത 3 പോയിന്റുകൾ പറഞ്ഞു. ആ 3 പോയിന്റ് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, കൃത്യമായി പഠിച്ചു വെക്കണം. എന്താണ് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത്? ആർട്ടിക്കിൾ 14, 19, 21. അതിൽ 20ഉം 21ഉം ഞാൻ പറഞ്ഞ എന്താണ്, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളാണ്. ഇനി മറ്റൊരു പോയിന്റ് പറഞ്ഞ എന്താണ്, മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് നമ്മളിവിടെ പരിചയപ്പെടുന്ന ആർട്ടിക്കിൾ 21 ഇനി നോക്കുക, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം. ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നടപടിയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹാനിക്കപ്പെടരുത്. ഈ അവകാശം അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആർട്ടിക്കിൾ 20ഉം 21ഉം അടിയന്തരാവസ്ഥ കാലത്തും റദ്ദ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിഷേധിക്കാൻ പാടില്ല. ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയാൻ ഈ അധികാരം ജനങ്ങളെ സഹായിക്കുന്നു. അപ്പൊ ഈ ഒരു അധികാരം, ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ഈ ഒരു അധികാരമൊക്കെ നമ്മുടെ ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയാൻ ഈ അവകാശം ജനങ്ങളെ സഹായിക്കുന്നു എന്നീ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ പറഞ്ഞു പോകുന്ന സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം എന്ന് പറയുന്ന മൗലികാവകാശത്തെ കുറിച്ചാണ്. അതിൽ ആർട്ടിക്കിൾ 19ഉം 20ഉം 21ഉം പഠിച്ചു. ഇനി മറ്റൊന്നാണ് 21A, വളരെ ഇമ്പോർട്ടന്റ്, എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A പറയുന്നു. 86ാം ഭേദഗതി 2002 വന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മുടെ മൗലികാവകാശം എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്, ആർട്ടിക്കിൾ 21A എന്താണ് പറയുന്നത്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇനി അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണമാണ് ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 നമ്മളിവിടെ പരിചയപ്പെട്ട ഈ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു അവകാശത്തിൽ ഉൾപ്പെടുന്ന അവസാനത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. എന്താണ്, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം എന്നതാണ് ആർട്ടിക്കിൾ 22. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് മൗലിക അവകാശത്തിൽ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 22 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്, ആർട്ടിക്കിൾ 22 ആണെന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇവിടെയാണ് പറയുന്നത്, അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കുന്ന ആളെ 24 മണിക്കൂറിനകം, എത്ര മണിക്കൂറിനകം, 24 മണിക്കൂറിനകം തൊട്ടടുത്ത മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കേണ്ടതാണെന്ന് കൃത്യമായിട്ട് പറയുന്നത് എവിടെയാണ്, ഈ പറയുന്ന ആർട്ടിക്കിൾ 22 കാര്യം ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 22 എന്ത് പറയുന്നത്, അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കപ്പെടുന്ന ആളെ 24 മണിക്കൂറിനകം, എത്ര മണിക്കൂറിനകം, 24 മണിക്കൂറിനകം തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം എന്ന് ഈ പറയുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 22 അതുപോലെ തന്നെ കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 22 കാര്യം ഓർക്കുക. എന്താണ്, കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 22 കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. AK ഗോപാലൻ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് നമ്മുടെ AKG എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്ന കരുതൽ തടങ്കൽ നിയമവുമായി ബന്ധപ്പെട്ട ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച ആരാന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. അതിനുശേഷം 1950 ഫെബ്രുവരി 25 ഈ പറയുന്ന ബില്ല് രാഷ്ട്രപതി അംഗീകരിക്കുന്നുണ്ട്. കരുതൽ തടങ്കൽ നിയമം അങ്ങനെ ഫെബ്രുവരി 26 നിലവിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബില്ല് അവതരിപ്പിച്ച ആരാണ്, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. രാഷ്ട്രപതി ഒപ്പിടുന്നു 1950. ആരാണ്, നമ്മുടെ രാജേന്ദ്ര പ്രസാദാണ്. ആദ്യത്തെ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദാണ് ഇതിൽ ഒപ്പിടുന്നത്. ആ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 22 അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെട്ടത്. ഇനി സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മുകളിൽ സൂചിപ്പിച്ച മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യ സംസ്കാരത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതേസമയം ഇവയെല്ലാം നിയന്ത്രണ വിധേയമാണ്. രാജ്യത്തിന്റെ ഐക്യത്തിനും സമാധാന അന്തരീക്ഷത്തിനും ഭീഷണി ഉണ്ടാവാവുന്ന തരത്തിൽ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മുകളിൽ സൂചിപ്പിച്ച മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യ സംസ്കാരത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യ സംസ്കാരത്തെ
ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതേ സമയത്ത് എന്താണ് ഇവയെല്ലാം എന്താണ് നിയന്ത്രണ വിധേയമാണ്. രാജ്യത്തിന്റെ ഐക്യത്തിനും സമാധാന അന്തരീക്ഷത്തിനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഈ സ്വാതന്ത്ര്യം എന്ത് ചെയ്യാൻ പാടില്ല, അനുഭവിക്കാൻ കഴിയില്ല എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. നിയന്ത്രണ വിധേയമാണ്, അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഐക്യത്തിനും സമാധാന അന്തരീക്ഷത്തിനും ഭീഷണിയാവുന്ന തരത്തിൽ ഈ സ്വാതന്ത്ര്യം എന്ത് ചെയ്യാൻ പാടില്ല, അനുഭവിക്കാൻ പാടില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ചൂഷണത്തിനെതിരായ അവകാശമാണ് മൂന്നാമത്തെ അവകാശമാണ് പഠിക്കുന്നത്. ആർട്ടിക്കിൾ 23, 24 വളരെ പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളാണ് പഠിക്കാൻ പോകുന്നത്. ബാലവേല ഉൾപ്പെടെ പലതരത്തിലുള്ള ചൂഷണങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അടിമത്തത്തിന് സമാനമായ സാമ്പത്തിക ചൂഷണങ്ങൾ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം. അടിമത്തത്തിനെതിരായിട്ടും ബാലവേലക്കെതിരായിട്ടും കൃത്യമായി പ്രതിപാദിക്കുന്ന 2 ആർട്ടിക്കിളുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 23 24 ഇത് ഏതിൽ ഉൾപ്പെടുന്നു? ചൂഷണത്തിനെതിരായ അവകാശത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ മൗലിക അവകാശത്തിൽ മൂന്നാമത്തെ അവകാശം ചൂഷണത്തിനെതിരായ അവകാശം, അതിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 23 24 നോക്കാം. നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു ആർട്ടിക്കിൾ 23 പ്രകാരം. അപ്പോൾ ചൂഷണത്തിനെതിരായ അവകാശത്തിൽ ഉൾപ്പെടുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. അടിമപ്പണി അല്ലെങ്കിൽ കൂലി നൽകാതെ നിർബന്ധിത വേല ചെയ്യിപ്പിക്കൽ, മനുഷ്യ വ്യാപാരം, അടിമകളായി ഉപയോഗിക്കുക തുടങ്ങിയവയൊക്കെ ഈ പറയുന്ന ആർട്ടിക്കിൾ 23 പ്രകാരം എന്താണ് നിരോധിച്ചിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വ്യവസായശാലകളിലും മറ്റും അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ആർട്ടിക്കിൾ 24. എത്രയോ തവണ PSC ചോദിച്ചതാണ്. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 24 ആണ്. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 പ്രകാരം നമ്മുടെ വ്യവസായശാലകളിലും അപകടകരമായ മേഖലകളിലും ഒക്കെ കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്ന എന്താണ് നിരോധിച്ചിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്നത്. നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 23. വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 24. സിമ്പിളായിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്നാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 24 ആണ്. ഇത് നമ്മൾ അടുത്തതിലേക്ക് വരികയാണ്. അടുത്തതെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ്. നമ്മളിപ്പോൾ പരിചയപ്പെട്ടു ആർട്ടിക്കിൾ 24 വരെയുള്ള കാര്യങ്ങൾ. അതിൽ 25 മുതൽ 28, ഇനി അവശേഷിക്കുന്ന 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകളാണ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുക. സമത്വത്തിനുള്ള അവകാശം നമ്മൾ പരിചയപ്പെട്ട്, സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം നമ്മൾ പരിചയപ്പെട്ട്, ചൂഷണത്തിനെതിരായ അവകാശം നമ്മൾ പരിചയപ്പെട്ട്, അതിനുശേഷം നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന 4ാമത്തെ മൗലിക അവകാശം മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ്. കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നെഹ്റു പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം ഈ ഇദ്ദേഹത്തിന്റെ വാക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നെഹ്റുജി പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാക്കെന്താണ്? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായി അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പങ്ങൾ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. നിങ്ങൾ നമ്മുടെ ഈ പറയുന്ന ആമുഖം അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കൊരു ഔദ്യോഗികമായിട്ടുള്ള മതമൊന്നുമില്ല. പക്ഷേ എന്താണ് ഇന്ത്യ എല്ലാ മതങ്ങളെയും ഈ എല്ലാ മതത്തിൽ പരിഗണിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഇനി ഈ ഒരു ചാപ്റ്ററിൽ അത് പറയുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ നെഹ്റു അതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് നൽകുന്നത്. ഇവിടെ പറയുന്നത് നോക്കാം. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ ഡൽഹൌസി എന്ന് നമ്മൾ പഠിക്കും. ആധുനിക ഇന്ത്യയുടെ ശില്പിയായ സ്വാതന്ത്ര്യ സമര സേനാനി, അല്ലെങ്കിൽ സിമ്പിളായിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ജവഹർലാൽ നെഹ്റു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എന്താണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നു. മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ആണ് ഇനി എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതാണ് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മതസ്വാതന്ത്ര്യം പക്ഷെ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതെന്തെല്ലാമാണെന്നാണ് ഇവിടെ പറയുന്നത്. സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് ആർട്ടിക്കിൾ 25 പറയുന്നു. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രമായിട്ട് ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും
ഏത് മതത്തിലെ കാര്യങ്ങളും എന്താണ് ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഉള്ള അവകാശം എന്താണ് ആർട്ടിക്കിൾ 25 നൽകുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ആർട്ടിക്കിൾ 25 സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ഇനി മതവിഭവങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 26. അപ്പൊ മതവിഭാഗങ്ങൾക്ക് എന്താണ് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 26. ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധിതമാക്കാനോ പാടുള്ളതല്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 28. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട മൗലികാവകാശത്തിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള കൃത്യമായിട്ട് ആ ഒരു ആർട്ടിക്കിൾ എന്താണ് പറയുന്നതെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അതിൽ ആർട്ടിക്കിൾ 25 പറയുന്നത് സ്വതന്ത്രമായിട്ട് ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമാണ്. അപ്പൊ സ്വതന്ത്രമായിട്ട് നമുക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം, അതേപോലെ തന്നെ ഏത് ആചാരവും നമുക്ക് എന്ത് ചെയ്യാം, പിന്തുടരാൻ പറ്റും. നമുക്ക് ഈ പറയുന്ന മതം പ്രചരിപ്പിക്കുന്നതിലും തെറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താണ്, അത് ആർട്ടിക്കിൾ 25 ഇത് പറയുന്നത്. ഇനി എന്താണ്, മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 26. അപ്പൊ മതവിഭാഗങ്ങൾക്ക് എന്താണ്, മതജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കാം, അതൊക്കെ നോക്കി നടത്താനൊക്കെ പറ്റും ആർട്ടിക്കിൾ 26. ഇനി ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത്. അതേസമയം എന്താണ്, ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്താനോ മത ആചാരങ്ങൾ എന്താണ് നിർബന്ധിതമാക്കാനോ പാടുള്ളതല്ല എന്ന് ഇവിടെ പറയുന്നു, ആർട്ടിക്കിൾ 28 പറയുന്നു. അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നമ്മുടെ മൗലികാവകാശത്തിൽ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത് തെറ്റായവ ഏത് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഓരോ പോയിന്റുകൾ അവിടെ നൽകാം. അതിൽ ഇവിടെ വേണമെങ്കിൽ പറയാം എന്താണ്, ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം ആർട്ടിക്കിൾ 27. അതേപോലെ തന്നെ ഗവൺമെന്റ് നടത്തുന്നോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധിക്കാനോ പാടുള്ളതല്ല, അത് ആർട്ടിക്കിൾ 28. പിന്നെ എന്താണ്, മതവിഭവങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 26. സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചാരത്തിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. ഇത് നമ്മൾ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങളിലേക്ക് വരികയാണ്. അതായത് മൗലികാവകാശത്തിൽ 4 പഠിച്ചു, ഇനി 5ാമത്തിലേക്ക് വരുന്നു. ആർട്ടിക്കിൾ 29 30 ഇത് പറയുന്നത്. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണല്ലോ, വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും അനിവാര്യമാണ്. കൂടാതെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതും വൈവിധ്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിൽ നമ്മുടെ ഭരണഘടന എന്താണ് മുഖ്യ പരിഗണന നൽകുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്താണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് നമ്മളിവിടെ പരിചയപ്പെട്ട സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 29 30 കാര്യം ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ എന്താണ്, 29 30 കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ പറയുന്ന കാര്യങ്ങളിലേക്ക് വരാം. ഇതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് താഴെ പറയുന്നവ ഉറപ്പുവരുത്തുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ആർട്ടിക്കിൾ 29 ഉറപ്പുവരുത്തുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവ ഉറപ്പ് നൽകുന്നത് ഭരണഘടനയിലെ മൗലികാവകാശത്തിലെ ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആർട്ടിക്കിൾ 29 കാര്യം ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 29 കാര്യം ഓർക്കുക. ഈ ആർട്ടിക്കിൾ 29 മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 29. അപ്പൊ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട 2 ആർട്ടിക്കിൾ പഠിക്കുന്നു. ആർട്ടിക്കിൾ 29 30 അതിൽ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പരിശോധിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു പദം ആദ്യമായിട്ട് വരുന്നത് എവിടെയാണ്, ആർട്ടിക്കിൾ 29. അടുത്ത ആർട്ടിക്കിൾ 30 എന്താ പറയുന്നത്, മതം, ഭാഷ, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശമാണ്. അപ്പൊ മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ്, സ്വന്തം ഇഷ്ടപ്രകാരം എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. എത്രയോ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ചിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. നമ്മുടെ സംസ്ഥാനത്തുള്ള MES പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു ആർട്ടിക്കിളിന്റെ കീഴിൽ ആണ് അവർ ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഈ സ്ഥാപനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അതൊന്ന് പഠിച്ചു വെക്കുക.
ഇനി അടുത്തത് അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. ഇവിടെ പറയുന്നു മൗലികാവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഏതെങ്കിലും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട സാഹചര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അതിനുള്ള പരിഹാര മാർഗങ്ങളും ഉണ്ടാവേണ്ടതല്ലേ എന്നാണ് പറയുന്നത്. മൗലികാവകാശം നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നറിയപ്പെടുന്നു. ഇത് ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 32 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ നമുക്ക് എന്താണ് നേരിട്ട് പോകാൻ പറ്റും. ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിന് അവകാശം ഇപ്രകാരം മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ എന്ത് പുറപ്പെടുവിക്കും? റിട്ടുകൾ പുറപ്പെടുവിക്കും. അപ്പൊ റിട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു പൗരന് മൗലികാവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് ഹൈക്കോടതിയിലും അതേപോലെ തന്നെ സുപ്രീം കോടതിയിലും പോകാൻ പറ്റും. ആ ഒരു സമയത്ത് കോടതിക്ക് ഇദ്ദേഹത്തിന്റെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ മൗലികാവകാശം പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്നതാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32 പ്രകാരമാണെങ്കിൽ ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണെന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത റിട്ടുകളുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പാരഗ്രാഫ് പറയുന്നു. മൗലികാവകാശ സംരക്ഷണത്തിനായിട്ട് 5 തരത്തിലുള്ള റിട്ടുകളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഇവ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ഉള്ളതെന്ന കാര്യം ഓർക്കുക. ആ 5 റിട്ടുകളുടെ പേര് കൊടുക്കുന്നുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, സെർഷോററെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രോഹിബിഷൻ. ഇതാണ് 5 റിട്ടുകൾ. ആ പേരുകളൊന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കാര്യങ്ങളാണ് റിട്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്നത്. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പി, അപ്പം നമ്മുടെ ഭരണഘടനയുടെ ശില്പി ആരാണ്? നമ്മുടെ BR അംബേദ്കർ ആണ്. ആരാണ് ഭരണഘടനയുടെ ശില്പി എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് BR അംബേദ്കർ. ആമുഖത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചതാണ്, നെഹ്റു ആണ് ആമുഖത്തിന്റെ ശില്പി. അതേസമയത്ത് മൗലിക അവകാശങ്ങളുടെ ശില്പി, നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ട മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇവിടെ നോക്കുക, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ വാക്കിതാണ്: ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം, അതായത് BR അംബേദ്കർ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഉത്തരം എന്താണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് BR അംബേദ്കർ പറഞ്ഞത് ഏതിനെയാണ്? ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32 BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത്. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഈ വാക്കുകളിൽ നിന്ന് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തിന്റെ പ്രശസ്തിയും പ്രാധാന്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന നിർദ്ദേശക തത്വങ്ങളിലേക്കാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ ആമുഖത്തിൽ പറയുന്ന കുറച്ച് ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ഭാഗങ്ങൾ. അതിൽ ഒന്നാമത്തെ ഭാഗം നമ്മൾ പരിചയപ്പെട്ട മൗലിക അവകാശങ്ങൾ പരിചയപ്പെട്ടു. ഇനി നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് കർമ്മ പരിപാടി ആവിഷ്കരിച്ചു എന്ന് ഒരു പത്രത്തിൽ വന്ന വാർത്ത, ഖാദി ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെന്റ് റിബേറ്റ് പ്രഖ്യാപിച്ചു, മറ്റൊരു വാർത്ത പാൻ മസാലകൾ നിരോധിച്ചു എന്നാണ്. അപ്പൊ ഇത്തരത്തിലൊരു വാർത്ത നൽകിക്കൊണ്ട് പറയുന്നു, ജനക്ഷേമം മുൻനിർത്തി മേൽ സൂചിപ്പിച്ചതുപോലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത്, അതായത് പാർട്ട് 4-ൽ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദത്തിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. ഇത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ ഭാഗം 4 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനും സഹായകമാകുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ നിർദ്ദേശക തത്വത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുക എന്നതാണ്. ആ ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് എവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയെല്ലാം നിർദ്ദേശങ്ങളാണ്. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് ഇവ.
എന്നിവ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? നിർദ്ദേശങ്ങളാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കണം, ഇങ്ങനെയൊക്കെ നടപ്പിലാക്കണം, എങ്കിലേ നമുക്കൊരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പറ്റൂ എന്ന് പറയുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ നയങ്ങളൊക്കെ രൂപീകരിക്കുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്ന സമയത്തും ഒക്കെ ഈ നിർദ്ദേശങ്ങൾ നമുക്ക് അവിടെ പരിഗണിക്കാവുന്നതാണ്. അതുവഴി നമുക്ക് ആ പദ്ധതികളും ആ നയങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. ഇനി മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങളും എന്താണ്? നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർദ്ദേശ തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് നമുക്ക് ആരെ സമീപിക്കാൻ പറ്റില്ല? കോടതിയിൽ പോകാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് ഈ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 37 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 37 കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയുള്ളതാണ് നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. അതിൽ ആർട്ടിക്കിൾ 37 കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്? നിർദ്ദേശ തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓർത്തിരിക്കുക, മൗലികാവകാശങ്ങൾ നമുക്ക് കോടതിയിൽ പോയിട്ട് സംരക്ഷണം എന്താണ് അത് നമുക്ക് വേണമെങ്കിൽ നേടിയെടുക്കാൻ പറ്റും. നമുക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയിൽ പോകാം. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ എവിടെ പോകാൻ പറ്റില്ല? കോടതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇനി നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന ചില ഇനങ്ങളാണ് ഇവിടെ പറയുന്നത്. സൗജന്യ നിയമസഹായം എന്നതിനെ പറ്റി നിർദ്ദേശ തത്വത്തിൽ ആർട്ടിക്കിൾ 31 ക്യാപിറ്റൽ എയിൽ പറയുന്നുണ്ട്. സൗജന്യ നിയമസഹായം എന്ന് പറയുന്നത് നിർദ്ദേശക തത്വത്തിൽ കൃത്യമായിട്ട് എവിടെ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 39 എയിൽ പറയുന്നത്. അപ്പൊ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 39 എ എന്ന് പറയുന്നത്. അത് എവിടെ ഉൾപ്പെടുന്നു? നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നു. ഇനിയോ സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് 39 സ്മോൾ ലെറ്റർ ഡിയിലാണ് ഉൾപ്പെടുന്നത്. 39 സ്മോൾ ലെറ്റർ ഡിയിലാണ് ഉൾപ്പെടുന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ എന്താണ്? ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. സ്ത്രീക്കും പുരുഷനും എന്താണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം. ഡായ്ക്കും ഡിക്കും എന്താണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് ഓർത്ത് വെച്ചാൽ ഡ പുരുഷൻ, ഡി എന്ന് പറയുന്നത് സ്ത്രീയാണല്ലോ. അപ്പൊ ഡായ്ക്കും ഡിക്കും എന്താണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം. അപ്പൊ നമുക്ക് 39 ആണെന്ന് കിട്ടണം. അതേപോലെ തന്നെ 39 സ്മോൾ ലെറ്റർ ഡിയിലാണ് ഇത് പറയുന്ന കാര്യം ഓർത്തിരിക്കുക. ഇതെന്താണ്? ഇതൊരു നിർദ്ദേശക തത്വമാണ്. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ. ഇത് ആർട്ടിക്കിൾ 46 പറയുന്നത്. എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ എന്ന് പറയുന്നത് ഒരു നിർദ്ദേശക തത്വത്തിൽ പറയുന്നതാണോ എന്ന് ചോദിക്കും. അപ്പൊ അത് പറയുന്നുണ്ട്. എവിടെ പറയുന്നത്? ആർട്ടിക്കിൾ 46 പറയുന്നുണ്ട്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ എന്ന് പറയുന്നത് നിർദ്ദേശ തത്വത്തിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്. എവിടെ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 51 പറയുന്നു. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിലൊന്നാണ് സൗജന്യ നിയമസഹായം. 39 എയിൽ പറയുന്നു. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം 39 ഡിയിൽ പറയുന്നു. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ ആർട്ടിക്കിൾ 46 പറയുന്നു. ഇനി അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തലുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ എന്താണ്? 51 പറയുന്നത്. ഇതൊക്കെ നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകളാണ്. ഇനി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചില ആശയങ്ങൾ എന്താണ്? ഈ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചിലതാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ. മഹാത്മാഗാന്ധിയുടെ ആശയമാണ്. ആർട്ടിക്കിൾ 40 ഇത് ഉൾപ്പെടുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 40 എന്താണ്? ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇത് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കലുമായി ബന്ധപ്പെട്ടത് ഗാന്ധിയുടെ ഒരു ആശയമാണ്. അത് ആർട്ടിക്കിൾ 43 ഉൾപ്പെടുന്നുണ്ട്. ഇനി ലഹരി വസ്തുക്കളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് മദ്യനിരോധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. ഇതൊക്കെ എന്താണ്? ഗാന്ധിജി മുന്നോട്ട് വെച്ച ചില ആശയങ്ങളാണ്. അത് എവിടെ ഉൾപ്പെടുന്നുണ്ട്? ഈ പറയുന്ന നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നു. നമുക്കറിയാം നിർദ്ദേശക തത്വങ്ങളെ പ്രധാനമായിട്ടും സോഷ്യലിസ്റ്റ് ആശയങ്ങളെന്നും ഗാന്ധിയൻ ആശയങ്ങളെന്നും ലിബറൽ ആശയങ്ങളെന്നും തരംതിരിക്കുന്നുണ്ട്. സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, ലിബറൽ ആശയങ്ങൾ എന്നിങ്ങനെ 3 നിർദ്ദേശ തത്വങ്ങളെ തരംതിരിക്കുന്നുണ്ട്. അതിൽ ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 43, ആർട്ടിക്കിൾ 43 ക്യാപിറ്റൽ ലെറ്റർ ബി, ആർട്ടിക്കിൾ 46, 47, 48 ഇത്രയുമാണ് എന്ത്? മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളായിട്ട് വരുന്ന ഗാന്ധിയൻ ആശയങ്ങൾ എന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 43 എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം, കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 43. ഇനി ആർട്ടിക്കിൾ 43 ബി എന്ന് പറഞ്ഞാൽ സഹകരണ സംഘങ്ങളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 43 ബി എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുക എന്നതാണ്. നമ്മൾ ഓൾറെഡി തൊട്ടു മുമ്പ് നമ്മളിവിടെ പറഞ്ഞതാണ് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. അതൊക്കെ ഗാന്ധിയൻ ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 47 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു ലഹരി വസ്തുക്കളുടെ നിരോധനം, മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടിട്ട്. ഈ 48 എന്ന് പറയുന്നത് എന്താണ്? ഗോവധ നിരോധനം, കൃഷിയും മൃഗസംരക്ഷണം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന 48. അത് നമ്മൾ പഠിക്കാറുണ്ട്. നാൽക്കാലികളെ
എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അല്ല, നാൽക്കാലികളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. അത് ആർട്ടിക്കിൾ 48. ഇവിടെ പറഞ്ഞ 40, 43, 43B, 46, 47, 48 ഇതൊക്കെ എന്താണ് നമ്മുടെ ഗാന്ധിയൻ ആദർശങ്ങളാണ്. അപ്പൊ 40 ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ 43 ഉണ്ട്, പിന്നെ 43-ല് ക്യാപിറ്റൽ ലെറ്റർ B ഉണ്ട്, പിന്നെ എന്താണ് 46 വരുന്നുണ്ട്, 47, 48. പഠിക്കാൻ സിമ്പിൾ ആട്ടോ. 40 കഴിഞ്ഞാൽ പിന്നെ 3 കഴിഞ്ഞിട്ടുള്ള 43, അത് കഴിഞ്ഞാൽ പിന്നെ 3 കഴിഞ്ഞാൽ 46, പിന്നെ അങ്ങോട്ട് 3 ആർട്ടിക്കിൾ ഓർക്കുക, 46, 47, 48. ഇനി എന്താണ് ക്ഷേമരാഷ്ട്രം എന്നതിനെ കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ്. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവോത്മുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ എന്താണ് ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു. ഇത് വേണമെങ്കിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാം. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവോത്മുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ എന്താണ് ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു എന്നീ കാര്യങ്ങൾ ഓർക്കുക. അവകാശ സംരക്ഷണത്തിനായുള്ള മൗലികാവകാശങ്ങളും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനായുള്ള നിർദ്ദേശ തത്വങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ എന്താണ് നിർദ്ദേശ തത്വങ്ങൾ കൂടി നടപ്പാക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും മെച്ചപ്പെടുത്താനും സഹായമായ മാനദണ്ഡങ്ങൾ എന്ന നിലയിൽ നിർദ്ദേശത്വങ്ങളുടെ പ്രാധാന്യം ആർക്കും എന്താണ് നിഷേധിക്കാനാവില്ല എന്ന് പറഞ്ഞാണ് ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ടത് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നോക്കാം, മൗലികാവകാശങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം മൗലിക കർത്തവ്യങ്ങളും എന്താണ് നിർവഹിക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ വെച്ചാൽ 51A ആണെന്ന കാര്യം ഓർത്തിരിക്കുക. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നത് മൗര്യന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റുന്നുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ എന്താണ് അറിയപ്പെടുന്നത്. എന്താണ് നമ്മൾ ഇവിടെ പറയുന്നു, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ കാത്തുസൂക്ഷിക്കുന്നതിന് നമ്മുടെ പൗരന്മാർ എന്താണ് രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റുന്നുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാഷ്ട്രം നമുക്ക് അവകാശങ്ങളും സംരക്ഷണവും പ്രദാനം ചെയ്യുമ്പോൾ തിരിച്ച് ഭരണഘടനയെ പരിപാലിക്കേണ്ടതും പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനും സഹായകമാക്കേണ്ടതും നമ്മുടെ ചുമതലയാണ്. ഇപ്രകാരം മൗലിക കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഒരു മെച്ചപ്പെട്ട സമൂഹം എന്താണ് നിർമ്മിക്കാനും അതിന്റെ ഫലങ്ങൾ സമൂഹത്തിൽ എല്ലാവർക്കും എന്താണ് ഉറപ്പുവരുത്താനും കഴിയും. ചുരുക്കത്തിൽ മൗലിക കർത്തവ്യങ്ങൾ ഓരോ വ്യക്തിയും എന്താണ് അവരോട് തന്നെ കാണിക്കുന്ന ഉത്തരവാദിത്തമാണെന്ന് പറയാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്ന് കടം കൊണ്ടു, USSRൽ നിന്ന് കടം കൊണ്ടു. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 51A പറയുന്നത്, ഇനി 4A എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് ഉൾപ്പെടുന്നത്. ഇനി ഇവിടെ നൽകിയിരിക്കുന്നത് മൗലിക കടമകളാണ്. തുടക്കത്തിൽ നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇല്ല. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് കൂട്ടിച്ചേർക്കുന്നത്. അന്ന് 10 മൗലിക കടമകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ഈ പറയുന്ന 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയൊക്കെ വരുന്ന സമയത്ത് 2002-ലെ 11ാമത്തെ കൂട്ടിച്ചേർത്തു എന്ന കാര്യം ഓർക്കാം. 11 മൗലിക കടമകളാണ് ഈ സ്ക്രീനിൽ ഒന്ന് കാണുന്നത്. ജസ്റ്റ് വളരെ വേഗത്തിൽ ഒന്ന് വായിച്ചു പോകാം. നിങ്ങൾ അത് നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കണം. ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക എന്ന മൗലിക കടമയാണ്. ഇനി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക മൗലിക കടമയാണ്. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഇനി രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായിട്ട് ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ എന്താണ് സൗഹാർദ്ദം, പൊതുവായ സാഹോദര്യ മനോഭാവം പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവും വരുത്തുന്ന ആചാരങ്ങൾ എന്താണ് പരിത്യജിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത പറയുന്നത് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഇനി അടുത്ത പറയുന്നത് വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. അടുത്ത പറയുന്ന ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. ഇനി പറയുന്ന പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ആക്രമണം ഉപേക്ഷിക്കുകയും ചെയ്യുക. അടുത്ത പറയുന്ന എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. ഇനി പറയുന്ന 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന മൗലിക കടമയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അത് 51A K ആണെന്ന കാര്യം ഓർക്കുക. 51A K ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതാണ് എന്ത് നമ്മുടെ 11 മൗലിക കടമകൾ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം. ഇതിൽ നിന്ന് ചോദിക്കും, തന്നിരിക്കുന്ന ഓപ്ഷനിലെ മൗലിക കടമകളിൽ ഉൾപ്പെടുന്ന ഏതെന്നൊക്കെ ചോദിക്കുന്നതാണ്. അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം.
ഇനി ഇവിടെ പറയുന്നു മൗലികാവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും മൗലിക കർത്തവ്യങ്ങളും നാം ചർച്ച ചെയ്തല്ലോ. നമ്മുടെ രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും നിലനിൽപ്പിൽ ഇവ മൂന്നും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. മൗലികാവകാശങ്ങളിലൂടെയും നിർദ്ദേശ തത്വങ്ങളിലൂടെയും പരമാവധി സ്വാതന്ത്ര്യം ജനക്ഷേമവും ഉറപ്പുവരുത്താൻ രാഷ്ട്രം ശ്രമിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രത്തോട് നാം പാലിക്കേണ്ട കടമകൾ മൗലിക കർത്തവ്യങ്ങളിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ രാഷ്ട്രത്തിന് എന്താണ് ഐക്യവും പുരോഗതിയും കൈവരിക്കാൻ കഴിയൂ. ഇനി ഇവിടെ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിലൂടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം എന്തെല്ലാമാണ് പഠിച്ചിരിക്കുന്നതെന്ന് ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനുള്ളിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും PSC പരീക്ഷയ്ക്ക് നമ്മുടെ LDC, LGS പോലുള്ള പരീക്ഷയിൽ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഈ ചാപ്റ്റർ പഠിച്ചിരിക്കണം. അതിനുശേഷം മാത്രം നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. കുറച്ച് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഓരോ ചാപ്റ്ററുകളും നമ്മൾ ആ ഒരു ക്ലാസ്സിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് നൽകുന്നത്. ഇത് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും 100% ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.